ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു ന്യൂ വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഇഫ്താർ പ്രിപ്പറേഷൻ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20ാമത്തെ നോമ്പാണ്, അതായത് ഇന്ന് 21ാം രാവാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസൊക്കെ നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ഇപ്പോൾ 20ാമത്തെ നോമ്പായി, പക്ഷേ ഞാൻ ഇഫ്താർ പ്രിപ്പറേഷൻ വ്ളോഗ് ഇതുവരെ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഓരോ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ആക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് UAE ഓരോ സ്ഥലങ്ങളിലും എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ കണ്ടീഷൻ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ റാസൽ കെയ്മയിലാണുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് സൗണ്ടൊന്നും കേട്ടില്ല. യൂഷ്വലി എല്ലാ ദിവസവും ഇങ്ങനെ മിസൈൽ പോണ സൗണ്ട്, അത് പൊട്ടണ സൗണ്ട്, അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു ടെൻഷനാണ് ഉള്ളിൽ. പക്ഷേ എന്തായാലും ഇതുവരെയും എല്ലാവരും സേഫാണ്. ഒരുപാട് ആൾക്കാർ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടും അതുപോലെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇപ്പോൾ UAE കണ്ടീഷൻ, സേഫ് അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അൽഹംദുലില്ലാ ഇതുവരെ നമ്മൾ സേഫാണ്. ഇനിയും അങ്ങോട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രേ ചെയ്യുക. അപ്പം ഞാൻ അധികം വലിച്ചു നീട്ടണില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഇന്ന് നോമ്പ് തുറക്കല്ല, ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ബട്ടൂറയും ബട്ടർ ചിക്കനും ആണ് വിചാരിച്ചിട്ടുള്ളത് ഉണ്ടാക്കാൻ. അപ്പോൾ അതേ ബട്ടൂരക്കുള്ള മാവ് കുഴച്ചേക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിലേക്ക് 2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഉപ്പ്, 1 മുട്ട, 2 ടേബിൾ സ്പൂൺ ഓയിൽ, പിന്നെ ആവശ്യത്തിന് പാലും കൂടി ആഡ് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഞാൻ ജസ്റ്റ് ഒരു ടീസ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഫൈനലി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണമെങ്കിൽ നമ്മളെ കൈ വെച്ചിട്ട് തന്നെ കുഴക്കണം. അപ്പോൾ അതിലേക്ക് കുറേശ്ശെ ഞാനിങ്ങനെ പാലൊഴിച്ചിട്ട് മിക്സാക്കി എടുത്തിട്ട് ഇതേ ഈ ഒരു രീതിക്ക് നമ്മളെ ഡോ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ക്ലിങ് ഫിലിം വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്തിട്ട് ഇത് കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 ഹവേഴ്സെങ്കിലും അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. പിന്നെ ഇതേ ഉമ്മ ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്നത്തെ നമ്മളുടെ ഇഫ്താർ ഐറ്റം പൊരിക്കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ സ്പ്രിങ് റോളാണ് കേട്ടോ. പിന്നെ അതേ അതിന് ശേഷം നമ്മൾ ബട്ടർ ചിക്കനിലേക്കുള്ള ചിക്കനും കൂടിയും സെയിം ഓയിൽ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ജ്യൂസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ക്യാരറ്റും ഈത്തപ്പഴം ഒക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് ക്യാരറ്റും ഈത്തപ്പഴവും നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ അതവിടെ വെന്ത് വരുന്നുണ്ട്. ചിക്കൻ ഇതേ അവിടെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ ഇനി സ്പ്രിങ് റോളിലേക്കുള്ള മസാല സെറ്റാക്കാണ്. അപ്പോൾ അത് ഉമ്മയാണ് ഇട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ആവശ്യത്തിന് സവോള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനെ നമ്മളൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ആഡ് ചെയ്യണത്. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതേ സ്പ്രിങ് റോളിലേക്കുള്ള മസാല സെറ്റാണ്. ഇനി നമ്മളുടെ ആ ഒരു സ്പെഷ്യൽ ജ്യൂസിൽ കുറച്ച് സാബുദാന കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സാബുദാന നമ്മൾ ജസ്റ്റ് വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് കുക്കാക്കി എടുക്കണ്ട ചെയ്യണത്. അപ്പോൾ അതേ നമ്മളുടെ ക്യാരറ്റും ഡേറ്റ്സൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് കറക്റ്റായിട്ട്. അപ്പോൾ ഇനി മറ്റേ നമ്മളുടെ സാബുദാന കുക്കായി വന്നപ്പോൾ അതിനെ മാറ്റിയിട്ട് നമ്മൾ സെയിം പാനിൽ തന്നെ ഇനി ബാർലി കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് പാലിലാണ് ബാർലി പൗഡർ ആഡ് ചെയ്തിട്ട് ഒന്ന് കുക്കാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ ലംസ് ഒന്നും ഇല്ലാണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ കുറുകിയിട്ട് നമുക്ക് ആവശ്യത്തിന് തിക്നെസ് ആകുമ്പോൾ മാറ്റി വെക്കാം കേട്ടോ. ഇനി ഞാനിതേ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് കുറച്ച് ബട്ടറും ഓയിലും ഒരു പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മളൊരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 വലിയ സവാള, പിന്നെ ഒരു 3 തക്കാളി കട്ട് ചെയ്തതും ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് ചെറിയ രീതിയിൽ വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഞാനിവിടെ ആദ്യം കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഏകദേശം കഴിയാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മൊത്തത്തിൽ അതിൽ കൊട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഞാനിതിൽ ഒരു ഐറ്റം ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഷ്യൂസാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ബട്ടറിൽ കാഷ്യൂം കൂടിയും ഒന്ന് വറുത്ത് കോരിയെടുത്തിട്ട് ഒക്കെ ഒന്ന് ചൂടാറി വരുമ്പം മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്താ കിട്ടി? കേക്ക് കിട്ടിയോ? പൊളിച്ചേരണ പൊളിച്ചേരണ സൂപ്പർ. ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്, ബേബി കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെ നമ്മൾ അഗെയിൻ ബാക്ക് ടു നമ്മളെ പണികൾ. അപ്പോൾ ബട്ടർ ചിക്കൻ അവിടെ അരച്ച് വെച്ചിട്ട് പോയതല്ലേ അവരുടെ അടുത്തേക്ക്. അപ്പോൾ ഇതേ കുറച്ച് ബട്ടറിൽ നമ്മൾ ഈ അരച്ച് വെച്ച ആ ഒരു പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മിക്സി ജാറിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് അതും കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് എത്ര ലൂസ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ പീസസ് കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കസൂരി മേത്തി പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതാണ് ഈ ഒരു ബട്ടർ ചിക്കന് നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇതേ ബട്ടർ ചിക്കൻ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ബട്ടൂര നമ്മൾ നോമ്പ് തുറക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേ ഇനി നമ്മളെ സ്പ്രിങ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പ്രിങ് റോൾ ഷീറ്റായിട്ടല്ല ഉണ്ടാക്കുന്നത്. ഇവിടെ ഉമ്മ തന്നെ പരത്തിയിട്ട് നമ്മൾ അതിലാണ് ഫില്ലിങ്ങൊക്കെ വെക്കണത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ മൈദയാണ് മെയിനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി, ഉപ്പ്, ഓയിൽ, വെള്ളം ഒക്കെ കൂടി മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഈ ഒരു ഡോ. അപ്പോൾ അത് ഓരോ ബോൾസാക്കി കുഞ്ഞി കുഞ്ഞി ബോൾസാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അത് റൗണ്ടിൽ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് നമ്മളിങ്ങനെ ഈ ഒരു സ്പ്രിങ് റോള് പോലെ ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് അറ്റത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിക്കാണ് എല്ലാതും ചെയ്തെടുക്കുന്നത്. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു ചിക്കൻ സ്പ്രിങ് റോളിനെ ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതേ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ജ്യൂസ് സെറ്റാക്കണം, അതുപോലെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് അല്ലറ ചില്ലറ പണികളും കൂടിയാണ് ഉള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ആ പണികളിലൊക്കെയാണ് കേട്ടോ. ഇനി നമ്മളുടെ ആ ഒരു സ്പെഷ്യൽ ജ്യൂസിൻ്റെ റെസിപ്പി കാണണ്ടേ. അപ്പോൾ ഇത് നമ്മളുടെ ക്യാരറ്റ്, ഈത്തപ്പഴം, വെള്ളം കൂടി ആ വേവിച്ചത് നന്നായി അടിച്ചെടുത്തതും പിന്നെ ആ ബാർലി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടി മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര, പാല്, പിന്നെ നമ്മൾ സാബുദാന വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കണ്ട. അപ്പോൾ സംഭവം സെറ്റാണ്. ഇത് നമുക്ക് നന്നായി തണുപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്പ്രിങ് റോൾ റെഡി ആയിട്ടുള്ളതിന് കുറച്ച് നമ്മൾ മോത്തിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇക്കും റുവ ബേബിയും കൂടിയിട്ട് അത് കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. തിരിച്ച് വന്നപ്പോൾ ഇതേ ലോലിപ്പോപ്പും പിന്നെ ഒരു മിഠായിയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. റുവ ബേബിക്ക് ആരാ ലോലിപ്പോപ്പ് തന്നത്? മോത്തിയാണ്ടിയ? റുവക്ക് ലോലിപ്പോപ്പും പിന്നെ ഒരു ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ടല്ലേ. ടേസ്റ്റ് ഉണ്ടാ? യമ്മി യമ്മിയാണോ? ഉമ്മാക്ക് തരുമോ? ഉമ്മാക്ക് തരുമോ? നോനോ താങ്ക് യു. അങ്ങനെ ഇതേ ഏകദേശം നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജ്യൂസ്, ഫ്രൂട്ട്സ്, പിന്നെ സ്പ്രിങ് റോൾ, പിന്നെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് അങ്ങനെ ഇതേ എല്ലാവരും ബാങ്ക് കൊടുത്ത് നോമ്പ് തുറക്കുകയൊക്കെ ചെയ്യാണ്.
പിന്നെ നോമ്പ് തുറക്കലും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബട്ടൂറയുടെ പ്രിപ്പറേഷൻ ചെയ്യണത്. അപ്പോൾ നമ്മളുടെ മാവൊക്കെ അത്യാവശ്യം പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇതേ ഓരോ പീസസ് ആയിട്ട് എടുത്തിട്ട് വലിയ ബോൾസ് ആക്കിയിട്ട് നമ്മളിങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ 4ആയിട്ട് കട്ട് ചെയ്യണത്, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മളുടെ അയിൻ ബേബി അവിടെ കരയണുണ്ട്. അപ്പോൾ വേഗം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് എടുക്കണത്. എന്തിനാ കരയണ് ബേബി? അങ്ങനെ ഇതേ നമ്മളുടെ ഡിന്നർ കഴിക്കണ ടൈമായി. അപ്പോൾ ബട്ടൂറൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ബട്ടൂറ ബട്ടർ ചിക്കൻ ഒക്കെ റെഡിയാണ്. നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ രണ്ടും കൂടിയിട്ട്. ഇക്കുവാണെങ്കിൽ ഇത് ഇവിടെ ഇരുന്നിട്ട് റുവ ബേബിക്ക് കഞ്ഞിയും പിന്നെ ചിക്കനൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മളുടെ നോമ്പ് തുറ വിശേഷങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ.